എല്ലാ രാത്രിയും എൻ്റെ ഈ സ്വന്തം സഹോദരി എൻ്റെ ഭർത്താവിനൊപ്പമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ വിചിത്രമെന്ന് തോന്നുന്നില്ലേ? ഞാൻ ഗുന്നു. ഇതാണ് എൻ്റെ കഥ. എൻ്റെ അനിയത്തി മുൻമുൻ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായി ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. എന്തായാലും നിന്റെ വിവാഹം തകർന്നു പോകാനിരിക്കാണ്. നിന്റെ ഭർത്താവിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഇപ്പൊ എന്റെ വയറ്റില. എന്താ നീ പറയുന്നത്? ഒരു ചേച്ചിയോട് ആരെങ്കിലും ഇങ്ങനെ സംസാരിക്കോ? ചേച്ചിയോ നീയോ? അതിനെക്കുറിച്ച് നിനക്ക് ഉടൻ മനസ്സിലാകും. എന്റെ കൂടെ കിടക്കുന്നത് നിന്റെ ഭർത്താവാ. നിന്റെ ഭർത്താവിന് നിന്നെ യാതൊരു പരിഗണനയുമില്ല. പിന്നെ ഇത് നിന്റെ ഭർത്താവിന്റെ വക നിനക്കുള്ള ആനിവേഴ്സറി ഗിഫ്റ്റ്. ഞങ്ങളുടെ വിവാഹ വാർഷികത്തിന് എന്റെ ഭർത്താവ് എനിക്ക് തന്ന സമ്മാനം. അത് എനിക്ക് സഹിക്കാനാകാത്ത ഒന്നായിരുന്നു. ഡിവോഴ്സ് പേപ്പേഴ്സ്. നിന്റെ മുഖം കാണുമ്പോഴേക്ക് എനിക്ക് ദേഷ്യ. നിന്നെ വിവാഹം കഴിച്ചതിന്റെ റിഗ്രറ്റ്. ഞാൻ നിന്നിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹവും കൂട്ടായ്മയും അത് എനിക്ക് ഇവളിൽ നിന്നാ കിട്ടിയത്. ഇപ്പോൾ എനിക്ക് ബാക്കിയുള്ള ഒരേ ഒരു വഴി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി സഹായം ചോദിക്കുക എന്നതാ. മുൻമുൻ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞാൻ കണ്ടത് മറ്റൊന്നായിരുന്നു. നോക്കൂ ഗുൻഗുൻ, മുൻമുന്ന് സാഹബ് സാദയുടെ സ്നേഹം തോന്നിയിരിക്കുന്നു. മുൻമുനും അവനും തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ അതിലെന്താ തെറ്റ്? സാഹബ് സാദയെ വിവാഹം ചെയ്തത് ഞാനാ. അവൻ എന്റെ ഭർത്താവാ. മുൻമുന്നിന് ഇഷ്ടപ്പെട്ടത് അവൾക്ക് എടുത്തു കൊടുക്കാൻ അവനൊരു കളിപ്പാട്ടമല്ല. ചെറുപ്പം മുതല് നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്തത്. എനിക്കിഷ്ടപ്പെട്ടതൊക്കെ നിങ്ങളെടുത്ത് മുൻമുന്നു കൊടുക്കും. ഞാനും നിങ്ങളുടെ മകളല്ലേ. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അമ്മ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ നിന്നെ പ്രസവിച്ചിട്ടില്ല. എന്നിട്ടും ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായി നീ ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ തലയിലൊരു ഭാരമായി നിൽക്കുകയാ. ഒരു ഞെട്ടൽ പോലെ ആ വലിയ സത്യം ഞാൻ അറിഞ്ഞു. ഇപ്പൊ എനിക്ക് പറയാനൊന്നുമില്ല. എനിക്കിനി ഒന്നും ബാക്കിയില്ല. നിന്നെ വളർത്തിയത് തന്നെ ഒരു ദയായി കൂട്ടിക്കും. അതിന് നീ എന്നോട് എന്നും കടപ്പെട്ടവളാണ്. അതിനു പകരം എനിക്ക് എന്റെ മകളുടെ സന്തോഷം വേണം. ഇത്രയും വർഷങ്ങൾ നിന്നെ ഞാൻ സഹിച്ചില്ലേ? അതിനൊരു പ്രതിഫലം കിട്ടേണ്ട എനിക്ക്. അതുകൊണ്ട് ഇന്നേക്ക് നിന്റെ ഭർത്താവിനൊപ്പം നമുക്കൊരു ഡീല് നടത്താം. ജീവിതം നമ്മളെ അങ്ങനെ തള്ളിക്കളയുമ്പോൾ പലപ്പോഴും നമ്മളെ വീണ്ടും ഉയർത്താൻ നമ്മുടെ ഭൂതകാലത്തിൽ നിന്ന് ഒരാൾ വരും. ഇങ്ങനെ വട്ടം വെക്കാൻ ഈ സിറ്റിയിൽ നിനക്ക് എന്റെ കാറ് മാത്രമേ കിട്ടിയുള്ളൂ. എത്ര നേരമായി ഞാൻ ഹോൺ അടിക്കുന്നു. അത് വിപുലായിരുന്നു. ഒരിക്കൽ എന്നെ അതിരില്ലാതെ സ്നേഹിച്ച ആളായിരുന്നു അവൻ. ഗുൻഗുൻ, നീ ഇതെന്ത് കോല? കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ കണ്ണു തുറന്നപ്പോ ഞാനൊരു ആഡംബര മുറിയിലായിരുന്നു. നീ എന്റെ മുന്നിൽ വന്ന് പെട്ടത് നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും അറിയായിരുന്നില്ല. ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ പഴയ ഓർമ്മകളെല്ലാം വീണ്ടും മനസ്സിലേക്ക് വന്നു. വിപുൽ,
നീ ഇങ്ങനെ നഗരത്തിൽ ഇനി ഒരിക്കലും നിന്നെ കാണില്ലെന്നാ ഞാൻ വിചാരിച്ചത്. എനിക്ക് നല്ല സുഖമില്ല. ഞാൻ പോട്ടെ. ഞാൻ നിന്നെ പിന്നെ കണ്ടോളാം. ഓക്കോ, പക്ഷെ ഇങ്ങനെയല്ല. 24 മണിക്കൂറിന് ശേഷമാണ് നിനക്ക് ബോധം വന്നത്. ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാം എൻ്റെ തലയിലായേനെ. നിന്റെ ചികിത്സയ്ക്കായ ചെലവ് തിരിച്ചതാ. എന്നിട്ട് നീ പോയിക്കോ. വിപുൽ ഇങ്ങനെ ആയിരുന്നില്ല. അവൻ എങ്ങനെ ഇത്ര മാറി? നിന്റെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലെന്ന് എനിക്കറിയാം. കാരണം നീ എല്ലാം നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് അടുത്ത 10 ദിവസം നീ ഈ വീട്ടിൽ തന്നെ താമസിക്കും. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയും. പിന്നെ രക്ഷപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യണ്ട. ഇത് കേട്ട ഞാൻ ഞെട്ടിപ്പോയി. വിപുലിന് ഇതെല്ലാം എങ്ങനെ അറിയാം? അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചിന്തിച്ച് ഞാൻ വിഷമിച്ചു. ആ പെൺകുട്ടി ഇവിടെ തന്നെയുണ്ട്. ഞാൻ കരുതിയതുപോലെ തന്നെ. അവളുടെ മുഖം നേഹയെ പോലെ തന്നെ. അതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നേഹ ആരാണ്? എന്റെ മുഖം എങ്ങനെ അവളെ പോലെയായി? ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തു. പക്ഷെ നീ എന്നോട് തെറ്റ് ചെയ്തു. നീ എന്താ ഇവിടെ എന്റെ കൂടെ ചെയ്യുന്നത്? ഗുൻഗുൻ, നീയോ? നോക്ക്, നിന്നോട് എനിക്കൊന്നും ചെയ്യാനില്ല. നീ തന്നെയാണ് എന്നെ പിടിച്ചിരുത്തിയത്. മതി. എല്ലാവർക്കും അറിയാം നീ ഇവിടെ വന്നത് എന്തിനാണെന്ന്. നിന്നെ പോലെയുള്ള സ്ത്രീകളെ ഞാൻ മുൻപും കണ്ടിട്ടുണ്ട്. എന്നാ കേട്ടോ, നിന്റെ നല്ലതിന് വേണ്ടിയാ ഞാൻ നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. നാളെ രാവിലെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകാം. എന്റെ വ്യക്തിജീവിതത്തിലുണ്ടായ നാശത്തോട് താരതമ്യം ചെയ്ത് ലോകത്തിലെ മറ്റെല്ലാ ദുഃഖങ്ങളും എനിക്ക് ചെറുതായി തോന്നി. ഞാൻ ഉള്ളിൽ പൂർണ്ണമായി തകർന്നിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളില് എന്റെ സഹോദരി എന്റെ ഭർത്താവിനെ എന്നിൽ നിന്നും പിടിച്ചെടുത്തു. എന്റെ മാതാപിതാക്കള് എന്നെ തള്ളിപ്പറഞ്ഞു. ഇപ്പൊ എന്നെ സഹായിക്കാൻ വന്ന ആളും എന്നെ കൈവെടിഞ്ഞു. നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, ഈ കുടുംബത്തിന്റെ മാനത്തെക്കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഡിവോഴ്സ് പേപ്പേഴ്സ് സൈൻ ചെയ്യും. ഞാൻ നിന്റെ കൂടെ ഒരു ഭാവി സ്വപ്നം കണ്ടിരുന്നു. പക്ഷെ നീ ചെയ്ത കാര്യങ്ങൾക്ക് ശേഷം നിന്നിലുള്ള എൻ്റെ വിശ്വാസം മുഴുവൻ പോയി. ദൈവം ഒരാൾക്കും ഇങ്ങനെ ഒരു ദിവസം കൊടുക്കാതിരിക്കട്ടെ. എന്റെ ലോകം മുഴുവൻ തകർന്നു വീണു. എന്റെ ഭർത്താവ് സാഹിബ് സാദ എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ വിപുലിനെ കുറിച്ച് ഓർത്തത്. ഈ സാഹചര്യത്തില് എന്നെ സഹായിക്കാനാകുന്ന ഒരേ ഒരാളായിരുന്നു അവൻ. നിന്നെ ഞാൻ സഹായിക്കും ഗുൻഗുൻ. പക്ഷെ അതിന് നീ എന്നെ രഹസ്യമായി വിവാഹം ചെയ്യണം. ഭർത്താവും ഭാര്യയും പോലെ ജീവിക്കുന്ന ഒരു വിവാഹം. പക്ഷെ അതിനെക്കുറിച്ച് ആരും അറിയില്ല. ഈ വിവാഹത്തിൽ എന്തൊക്കെ നടക്കും അതിന്റെ ടേംസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്.
വിപുൽ, ഈ വിവാഹ കരാറിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഗുൻഗുന് തന്റെ സഹോദരി മുൻമുനോട് പ്രതികാരം ചെയ്യാൻ കഴിയുമോ? വിപുൽ എന്തുകൊണ്ടാണ് ഗുൻഗുനോട് ഇങ്ങനെ ചെയ്യുന്നത്? ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. USA-യിലെ ഒരു ചെറിയ നഗരത്തിലെ ഒരു ബാറിൽ ഇരുന്നിരുന്ന ഈ സുന്ദരിയായ പെൺകുട്ടിക്ക് ഒരിക്കൽ പോലും തന്റെ സ്വന്തം നാട്ടായ ഇന്ത്യയിൽ നിന്ന് മൈലുകൾ അകലെയുള്ള ഈ അന്യനഗരത്തിൽ ഒരാളെ ഇത്രയും ആകാംക്ഷയോടെ കാത്തിരിക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നില്ല. ബാറിലെ വെയിറ്ററിനൊപ്പം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകളും അവളിലായിരുന്നു. അവളുടെ സൗന്ദര്യം എല്ലാവരും കണ്ടു. പക്ഷേ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന വേദന ആരും കാണാൻ കഴിഞ്ഞില്ല. കണ്ണിലെ കാജൽ അവളുടെ കണ്ണുനീർ തടഞ്ഞു വെച്ചിരുന്നു. വരണ്ട തൊണ്ടയും ഉള്ളിലെ ദാഹവും ശമിപ്പിക്കാൻ അവൾ വെയിറ്ററോട് ഡ്രിങ്ക് ഓർഡർ ചെയ്യാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ശബ്ദം അവളെ ഞെട്ടിച്ചു. "Can I order you a drink?" ഒരു ഭാരമുള്ള ശബ്ദം പിന്നിൽ നിന്ന് ചോദിച്ചു. ഞെട്ടിത്തിരിഞ്ഞപ്പോൾ ഏകദേശം 27 മുതൽ 28 വരെ വയസ്സുള്ള ഒരു സുന്ദരനായ യുവാവ് അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "I think you are also Indian, right?" അവന്റെ ചോദ്യം അവഗണിച്ച് പെൺകുട്ടി വീണ്ടും വെയിറ്ററിലേക്ക് തിരിയുമ്പോൾ അവൻ വീണ്ടും മുന്നോട്ട് വന്ന് പറഞ്ഞു, "ഈ അന്യരാജ്യത്ത് 2 ഇന്ത്യൻസ് തമ്മിൽ കണ്ടുമുട്ടുന്നത് എത്ര വലിയ കോയിൻസിഡൻസ് ആണല്ലോ. പ്ലീസ് ജസ്റ്റ് 1 ഡ്രിങ്ക്." അവന്റെ ഇൻസിസ്റ്റ് ചെയ്യൽ അത്രയും ക്യൂട്ടായിരുന്നു. അവൾക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. വൈകാതെ തന്നെ അവൻ അവളുടെ ടേബിളിലേക്ക് ഡ്രിങ്ക് കൊണ്ടുവന്നു. അവൾ എന്തോ ചിന്തകളിൽ മുഴുകിയിരിക്കുന്നത് കണ്ട അവൻ ചോദിച്ചു, "നിങ്ങൾ ഇവിടെ ആരെയെങ്കിലും കാത്തിരിക്കുകയാണോ?" അവൾ തലകുനിച്ച് സമ്മതിച്ചതോടെ അവൻ ഉടനെ പറഞ്ഞു, "ഞാനും ഇവിടെ ഒരാളെ കാണാൻ വന്നതാണ്. പക്ഷേ ഇനിയും വന്നില്ല. സോറി, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി. ബൈ ദ വേ, ഐ എം ഖരൻ." അവൾക്കായി കൈ നീട്ടി. അവളും ഹാൻഡ് ഷേക്ക് ചെയ്തു പറഞ്ഞു, "ഐ എം ഗുൻഗുൻ." ഡ്രിങ്ക് കഴിക്കുന്ന മുഴുവൻ സമയവും ഖരന്നന്റെ കണ്ണുകൾ ഗുൻഗുന്നന്റെ ശരീരത്തിലായിരുന്നു, ഒരു ഭീകരൻ തന്റെ ഇരയെ നോക്കുന്ന പോലെ. ഡ്രിങ്ക് തീർന്നതോടെ അവൻ എഴുന്നേറ്റ് ചോദിച്ചു, "Can I dance with you?" ഗുൻഗുൻക്ക് ഡാൻസ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഡ്രിങ്കിന്റെ ലഘുലഹരി അവളെയും ബാധിച്ചിരുന്നു. അതുകൊണ്ട് അവൾ അവനൊപ്പം ബാറിന്റെ കോണിലുള്ള ഡാൻസ് ഏരിയയിലേക്ക് പോയി. മന്ദമായ സംഗീതത്തിനൊപ്പം അവൾ നൃത്തം തുടങ്ങുമ്പോൾ അവന്റെ ഉദ്ദേശം വേറെയായിരുന്നു. "യു ഡോണ്ട് നോ മീ." ഇത് പറഞ്ഞതോടെ ഗുൻഗുൻ ഉടനെ ബാറിന്റെ പിൻവശത്തെ വാതിൽ വഴി പുറത്തേക്ക് പോയി. പുറത്ത് സ്തബ്ധമായ രാത്രി. ആരുമില്ല. അവളുടെ ഹീൽസിന്റെ ശബ്ദം മാത്രം ആ ശൂന്യമായ വഴിയിൽ മുഴങ്ങുകയായിരുന്നു. കുറച്ചകലെയുണ്ടായിരുന്ന തന്റെ കാറിലേക്ക് പോകുമ്പോഴേക്കും ആ യുവാവ് അവളുടെ പിന്നാലെ ഓടിയെത്തി. "ഗുൻഗുൻ, പ്ലീസ് ലിസൺ ടു മീ." അവൾ കാറിൽ കയറുന്നതിന് മുമ്പേ അവൻ അവളുടെ കൈ പിടിച്ചു. അവന്റെ മുഖഭാവം മാറിയിരുന്നു. കണ്ണുകളിൽ മോഹം നിറഞ്ഞിരുന്നു. ഗുൻഗുൻ കോപത്തോടെ പറഞ്ഞു, "ഇതെന്ത് പെരുമാറ്റം? ലീവ് മീ." പക്ഷെ കരൺ അവളുടെ കൈ ശക്തമായി പിടിച്ചുകൊണ്ട് പറഞ്ഞു, "ലിസൺ, ഞാൻ നേരെ പറയും." എന്നാൽ ഗുൻഗുൻ അവന്റെ ചെവിയോട് ചേർന്ന് ശാന്തമായി ചോദിച്ചു, "നിനക്കറിയാമോ ഞാനിവിടെ ആരെ കാത്തിരുന്നത്?" കരൺ ആശ്ചര്യത്തോട് ചോദിച്ചു, "ആരെ?" ഗുൻഗുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നിന്നെ." ഇത് കേട്ട് കരൺ ഞെട്ടി. അതിനു മുമ്പേ ഗുൻഗുൻ അവന്റെ കൈ തിരിച്ച് ടീസർ ഗൺ ഉപയോഗിച്ച് അവന്റെ കഴുത്തിൽ ശക്തമായി അടിച്ചു. കരൺ നിലത്ത് വീണു. അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പെൻഡ്രൈവ് താഴെ വീണു. ഗുൻഗുൻ അതെടുത്തു പറഞ്ഞു, "ഇതിനായിട്ടാണ് ഇത്രയും നേരം ഞാൻ നിന്നെ സഹിച്ചത്." കരൺ ഞെട്ടി ചോദിച്ചു, ഹു ആർ യു?" ഗുൻഗുൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, "ഐ എം എ ലോയർ, മിസ്റ്റർ കരൺ താക്കൂർ. ഈ ഡ്രൈവിൽ നീ പെൺകുട്ടികളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനെടുത്ത എല്ലാ വീഡിയോസ് ഉണ്ട്. ഇനി നിന്നെ രക്ഷിക്കാൻ ആരുമില്ല." കരൺ കോപത്തോടെ അവളെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഗുൻഗുൻ ബാഗിൽ നിന്ന് സ്പ്രേ എടുത്ത് അവന്റെ കണ്ണിൽ തളിച്ചു. അവൻ നിലത്ത് വീണ് വേദനിച്ചു. ഗുൻഗുൻ കാറിൽ കയറി അവിടെ നിന്ന് പുറപ്പെട്ടു. ഗുൻഗുൻ പെൻഡ്രൈവ് എടുത്ത് ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തു. ബോസ് കൃപാൽ ശർമ്മ അവളെ അഭിനന്ദിച്ചു. "വെൽ ഡൺ ഗുൻഗുൻ, യു ഡിഡ് ഇറ്റ്." ഗുൻഗുൻ പറഞ്ഞു, "താങ്ക്സ് സർ. പക്ഷേ ഇത് എന്റെ വിജയമല്ല, ആ പെൺകുട്ടികളുടേതാണ്." ബോസ് പറഞ്ഞു, "ആബ്സല്യൂട്ട്ലി റൈറ്റ്. ആൻഡ് വി ഹാവ് എ സർപ്രൈസ് ഫോർ യു." അപ്പോഴാണ് ഗുൻഗുൻ ഒരു വീഡിയോ കോൾ വന്നത്. അവൾ പറഞ്ഞു, "സർ, 2 മിനിറ്റ്." അവൾ ബാൽക്കണിയിൽ പോയി കോൾ എടുത്തപ്പോൾ കുട്ടികൾ അപ്പൂതപ്പൂ "മമ്മി." ഗുൻഗുൻ ചിരിച്ചു. "സോറി, ഇപ്പോൾ ഫ്രീ ആണ്." അവൾ കുട്ടികളോട് സംസാരിച്ച് എല്ലാം മറന്നു. പിന്നീട് സുജൽ വിളിച്ചു, "എവ്രിവൺ ഇസ് വെയിറ്റിംഗ്." കോൾ കട്ട് ചെയ്യുന്നതിന് മുൻപ് അപ്പു ചോദിച്ചു, "മമ്മി, നിങ്ങൾ ഇന്ത്യയിലേക്ക് എപ്പോൾ വരും?" ഗുൻഗുൻ, "ഐ ഹോപ്പ് സൂൺ." പാർട്ടി കഴിഞ്ഞ് സുജൽ അവളെ വീട്ടിലെത്തിച്ചു. അപ്പോൾ സുജൽ പ്രപ്പോസൽ ചെയ്തു. "വിൽ യു മെറി മീ?" ഗുൻഗുൻ, "നോ." സുജൽ, "വൈ?" "നിനക്കൊന്നും കുറവില്ല. പക്ഷേ എൻ്റെ പാസ്റ്റ്
അതിലിനി സ്നേഹത്തിന് സ്ഥലമില്ല. അടുത്ത ദിവസം ഗുങ്കുൻ ഓഫീസിലെത്തി. ബോസ് പറഞ്ഞു, നീ നാളെ മുംബൈ പോകണം. മുംബൈ എന്ന പേര് കേട്ടപ്പോൾ ഗുങ്കുൻ നടുങ്ങി. കേസ് ഫയൽ തുറന്ന് നെയിം കണ്ടപ്പോൾ അവളുടെ കൈകൾ വിറച്ചു. സുജൽ ചോദിച്ചു, എന്താണ് പ്രശ്നം? ഗുങ്കുൻ, ഇത് സാഹിബ് സാദയുടെ കേസാണ്. സുജൽ, ഇന്ത്യയിലെ വലിയ ബിസിനസ്മാൻ. ഗുങ്കുൻ, ഹീ ഈസ് മൈ എക്സ് ഹസ്ബൻഡ്. ഇത് കേട്ട് സുജൽ ഞെട്ടി. ഞാൻ അകന്നു നിൽക്കാൻ ശ്രമിച്ച ആളിൻ്റെ കേസ് ഇപ്പോൾ എനിക്ക് തന്നെ ഫൈറ്റ് ചെയ്യണം. ഗുങ്കുനയുടെ ജീവിതത്തിൽ ഏത് പാസ്റ്റാണ് വീണ്ടും തിരിച്ചു വരാൻ പോകുന്നത്?